ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനോട് പറയുകയാണ്, നീ വർഷേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം. ഇനിയിപ്പം വാശിയും വൈരാഗ്യം ഒന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അതും വർഷ നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവൾ അത്രയും നല്ലൊരു പെൺകുട്ടിയായിട്ടാണല്ലോ. അവളുടെ അച്ഛനെ അമ്മേനൊക്കെ തള്ളി പറഞ്ഞ ആ ഒരു സമയത്ത് തള്ളി പറയുന്നത് അത്രയ്ക്ക് നല്ലതാണെന്നല്ല പറയുന്നത്, എങ്കിലും അവൾ ഉശിരോട് കൂടി തന്നെ നിന്നില്ലേ. അതുകൊണ്ട് അവൾ നല്ല പെൺകുട്ടിയാ, നിന്നോട് നല്ല സ്നേഹം തന്നെ അവൾക്ക്. അതുകൊണ്ട് അവളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ അവളെയും കൂട്ടിക്കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമായിട്ടോ. ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ സത്യമാണോ അമ്മ ഈ പറയുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ചിലപ്പം സച്ചി എന്നെ കയറ്റിന്ന് വരില്ല. സച്ചി ചിലപ്പോൾ എന്നെ എന്തെങ്കിലും സച്ചിയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട. അച്ഛൻ എന്ത് പറയുന്നോ അതാണ് സച്ചിയുടെ വേദവാക്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണെങ്കിൽ സച്ചി അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാം സമ്മതിച്ചോളും. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യണം, അവളെ ആയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കിക്കോണേ. ഈ അമ്മേനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. ഈ അമ്മേനെ നീ ഒരുപാട് സങ്കടപ്പെടുത്തി. ഇനി എനിക്ക് സങ്കടപ്പെടാൻ വയ്യ. അപ്പോഴത്തേക്കാണ് ഭാമ പറഞ്ഞത്, എൻ്റെ പൊന്നു ശ്രീകാന്തേ, നിന്റെ അമ്മയുണ്ടല്ലോ, നീ വരുന്നില്ല, നിന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുക, വെള്ളം പോലും കുടിക്കത്തില്ലാത്തൊരവസ്ഥയാ. എന്തൊരു വിഷമമാണെന്ന് ഇവക്ക്. അതുകൊണ്ട് നീ മറക്കരുത് കേട്ടോ. ആ മോളെയും കൂട്ടിക്കൊണ്ട് നീ ചന്ദ്രത്തിലേക്ക് ചെല്ലണം. എല്ലാ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ മാറി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. ഇതിപ്പോൾ സർവ്വസാധാരണമല്ലേ ഇങ്ങനെ പോയി വിവാഹം കഴിക്കുന്നതൊക്കെ. ആദ്യമൊക്കെ ഇങ്ങനെ വഴക്കൊക്കെ ആയിരിക്കുന്നേ, പിന്നെ പതിയെ അങ്ങ് മാറിക്കോളും. പിന്നെ നിന്റെ കൂടെയുള്ള പെൺകുട്ടിയില്ലേ വർഷ, അവളുടെ കഴിവ് പോലെ ഇരിക്കും പതുക്കെ എല്ലാം മാറുന്നതിന്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ശ്രീകാന്ത് ധൈര്യമായിട്ട് പോന്നോളൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഈ അമ്മ പൊക്കോട്ടെ. ഞാൻ മോൻ വരുന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാട്ടോ തിരിച്ചു പോകുന്നത്. അമ്മേ, ഞാൻ വരും അമ്മേ, ഉറപ്പായിട്ടും വരും. എനിക്ക് നിങ്ങളുടെ കൂടെ അല്ലാതെ ഉള്ള ഒരു ജീവിതം അതൊരിക്കലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട്, അത്രയ്ക്ക് സങ്കടമുണ്ട്. അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അവസ്ഥയ്ക്ക് കാരണം നീയല്ല മോനെ, നീയല്ല, അത് അവളാ, ആ രേവതി. അയ്യോ, വീണ്ടും അമ്മ രേവതി അടുത്തിനെ കുറ്റപ്പെടുത്തരുതേ അമ്മേ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും രേവതി അടുത്തി അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തത്. ഞാൻ രേവതി അടുത്തിയോട് നുണ പറഞ്ഞ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. അതാ ഞാനാ പറഞ്ഞത്, അമ്പലത്തിൽ പോകുന്ന എന്തിനാണെന്ന് ആരോടും പറയരുതെന്ന്. അതുകൊണ്ട് മാത്രം ആ പാവം ഒന്ന് പറയാതിരുന്നത്. ഇനിയെങ്കിലും അമ്മ അതിനൊന്ന് കുറ്റപ്പെടുത്താതിരിക്കുക. ഏതായാലും അമ്മ പൊക്കോ, ഞാൻ ഉടനെ തന്നെ വന്നേക്കാം. അച്ഛനോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ്. നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഫൈനാൻസറുടെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഫൈനാൻസർ ഇറങ്ങി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം എപ്പോഴെങ്കിലും ഇറങ്ങി വന്നേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്നിരുന്ന് മടുത്തിട്ട് ലാസ്റ്റ് അയാൾ ഇറങ്ങി വന്നു രേവതിയുടെ മുമ്പിലേക്ക്. അപ്പം രേവതിനെ കണ്ട ഉടനെ തന്നെ അയാൾക്ക് കാര്യം പിടികിട്ടിട്ടോ, സച്ചിയുടെ കാര്യം ആവശ്യപ്പെടാനാണ് വന്നത് എന്ന്. അങ്ങനെ നേരെ രേവതി ചെന്നിട്ട്, സാറേ എന്നെ അറിയാലോ സാറേ, ഇവിടെയല്ല അമ്പലത്തിൽ പലിശ കൊണ്ട് തന്നിട്ടുണ്ട്. സാറിന് എന്നെ അറിയില്ലേ? ഞാൻ സച്ചിയുടെ ഭാര്യയാ. ഓ ഓ ഓ ഓ ഓ പിന്നെ നിന്നെ അറിയാതിരിക്കോ? സച്ചിയുടെ ഭാര്യയല്ലേ നീ, പിന്നെ എങ്ങനെ ആരെങ്കിലും അറിയാതിരിക്കും? അല്ല, അവന്റെ അഹങ്കാരമൊക്കെ കുറഞ്ഞോ? അയ്യോ, അദ്ദേഹം പാവോ സാറേ. എൻ്റെ ഭർത്താവിന് അഹങ്കാരമൊന്നുമില്ല. സച്ചേട്ടൻ പാവ, വെറും ശുദ്ധന, വായി തോന്നുന്നൊക്കെ വിളിച്ചറിയാതെ പറയുന്നേ ഉള്ളൂ. പ്ലീസ്, എൻ്റെ സച്ചേട്ടന് ഒരുപാട് കഷ്ടപ്പെടുക. അവിടെ ഇവിടെ ഒന്നും ചെന്നിട്ട് സച്ചേട്ടന് ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് പ്ലീസ് സച്ചേട്ടന് കാറ് വാടകയ്ക്ക് തിരിച്ചു കൊടുക്കണം. അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് കാണണം. പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മുടെ രേവതി കയ്യേലും പിടിക്കാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഓഹോ, അപ്പൊ നിന്നെ പറഞ്ഞു വിട്ടത് അവനാണല്ലേ? അവൻ നിന്നെ പറഞ്ഞു വിടും. എടീ, അവനുണ്ടല്ലോ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണമെന്നും ആരോടാണ് കളിക്കുന്നതെന്നും തരക്കാരോട് പോയി ഏറ്റുമുട്ടണമെന്നും പറയണം. അല്ലാതെ എന്നെ പോലെയുള്ള ഈ പ്രൗഢിയുള്ള, അതും അന്തസ്സും ആഭിജാത്യൊക്കെയുള്ള എന്നെപ്പോലെയുള്ളവരെ ഏറ്റുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലടി ചിലപ്പോൾ ഇതിനപ്പുറം നടന്നെന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ രേവതി, എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല. അവനോട് ഞാൻ എൻ്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവൻ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ,
ഒന്ന് വിനയത്തോടു കൂടി സംസാരിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ നീ അതിവിനയം കാണിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഒരു നാലിലൊന്ന് കാണിച്ചാൽ മതിയായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവനെന്റെ കാറ് കൊടുക്കണം? ഇല്ല രേവതി, നീ പോകാൻ നോക്ക്. പ്ലീസ് സാറേ, ഞാൻ കാല് പിടിക്കാം സാറേ. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ കാല് പിടിക്കാം. അദ്ദേഹം ഇപ്പൊ ഉണ്ടല്ലോ ഡ്രൈവർ ജോലിയല്ല ചെയ്യുന്നത്, വണ്ടിയാ കഴുകുന്നത്. പാവം, അതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാ അദ്ദേഹം ഇപ്പൊ പോയി വണ്ടി കഴുകുന്നത്. സാറേ, കറക്റ്റായിട്ട് വാടക തന്നോണ്ടിരുന്നല്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തോണ്ടിരുന്നല്ലേ? എല്ലാ കാര്യങ്ങളും കറക്റ്റൊക്കെ ആയിട്ട് തന്നെ അവൻ ചെയ്തോണ്ടിരുന്നത്. പക്ഷേ അവൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അവനെ അന്നം കൊടുക്കുന്ന ആളല്ലേ ഞാന്. അപ്പൊ എനിക്കൊരു ബഹുമാനം തരണം. അവനെ ആ ബഹുമാനം എനിക്ക് തന്നില്ല. ചീറ്റപ്പുലിയുടെ മുമ്പിൽ ചെന്ന് പെട്ട പോലെയാണല്ലോ ഞാന്. എനിക്കതാണല്ലോ അവസ്ഥ. പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കടിയും വാങ്ങേണ്ട ഒരു അവസ്ഥ. ആ അവസ്ഥ എനിക്കിപ്പോ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു രേവതി, ഒന്ന് പോകാൻ നോക്കിയേ എന്ന് പറഞ്ഞ് അയാള് നേരെ കാറ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി. രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ചന്ദ്രയും അതുപോലെ ഭാമയും ഒക്കെ ആ കറി തുറന്നു വെച്ചിട്ടാണല്ലോ പോയത്. ആ കറിയിലേക്ക് വന്ന് പല്ലി വീണായിരുന്നല്ലോ. ആ പല്ലി വീണു കേട്ടോ ആ കറിയിലേക്ക് വന്ന്. അങ്ങനെ ആ കറി പല്ലി വീണ് കിടക്കുകയാണ്. ഇത് നമ്മുടെ രവീന്ദ്രൻ അറിയുന്നില്ല. രവീന്ദ്രനാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു, ഫോണിൽ എന്തൊക്കെയോ കളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫോണിൽ എന്തോ ഇങ്ങനെ ചെയ്തോണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതി ഓർത്തത്, സമയം ഉച്ചയായല്ലോ, അച്ഛനെ വിളിച്ച് ചോദിച്ചേക്കാം ഭക്ഷണം കഴിച്ചോന്ന്. ഏതായാലും അദ്ദേഹത്തിന്റെ വീട് വരെയും കൂടി ഒന്ന് പോയേക്കാം, ഫൈനാൻസറുടെ. ഇവിടെ വരെ വന്നല്ലേ, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചാലോ. ഏതായാലും അച്ഛനെ ഒന്ന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ പറയാം, ഇച്ചിരി താമസിക്കുന്നു പറയാം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രവീന്ദ്രനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ആര്? നമ്മുടെ രേവതി. അങ്ങനെ രേവതി ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട്, അച്ഛൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, ഞാൻ ഫുഡ് കഴിച്ചില്ല. മോള് വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് ഓർത്താ. അയ്യോ അച്ഛൻ ഫുഡ് കഴിച്ചോ? ഇനിയും കുറച്ച് പൂമാലയും കൂടെ കോർത്ത് തീർക്കാനുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ ഫുഡ് കഴിക്കാൻ നോക്ക്. സമയത്ത് മരുന്ന് കഴിക്കുന്നതല്ലേ? അതെ, ആ മഞ്ഞ ബോക്സിലിരിക്കുന്ന മരുന്നാട്ടോ ഇന്നെടുത്ത് കഴിക്കാനുള്ളത്, കഴിക്കാൻ മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ല മോള് പതുക്കെ പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞ് അമ്മേനെയൊക്കെ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞ് മോള് ഇങ്ങോട്ട് വന്നാൽ മതി. മോള് പേടിക്കണ്ട, ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചോളാം. അല്ല, മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഞാനിവിടുത്തെ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ഇപ്പൊ ഏതായാലും പൂ കെട്ടുന്ന തിരക്കിലാച്ച എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, പറയുന്നതെല്ലാം കള്ളമാണല്ലോ ഈശ്വര, കള്ളം പറയാതെ എനിക്ക് ജീവിക്കാനും പറ്റുന്നില്ലല്ലോ ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് ചോറൊക്കെ അങ്ങോട്ട് വിളമ്പിയിട്ടു. അങ്ങനെ കറികളൊക്കെ കോരിയെടുത്തു. അതില് സാമ്പാർ തുറന്നാട്ടോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇതെന്തു പറ്റി ഇത് തുറന്നു വെച്ചിരിക്കുന്നത്? എടുത്തൊരു സാധനം അടച്ചും വെക്കത്തില്ല. രേവതി മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ ഓർത്തിട്ട് എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കറി എടുത്തിട്ട് നേരെ ആ കറി അങ്ങ് മൂടി വെച്ചു. അതിനകത്ത് പല്ലി കിടപ്പുണ്ടേ, അത് നമ്മുടെ രവീന്ദ്രൻ അറിയില്ലല്ലോ. രവീന്ദ്രൻ അതും കൊണ്ട് നേരെ ചെല്ലുകയാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ. ഏതായാലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പൊ സച്ചി കയറി വന്ന് കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ച ഉടനെ നമ്മുടെ രവീന്ദ്രൻ പോയി വാതിൽ തുറന്നു കേട്ടോ. അപ്പം എന്താടാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? സാധാരണ ഈ സമയത്ത് നിനക്ക് വരാനുള്ളൊരു ഇതില്ലല്ലോ, പതിവില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരു ഓട്ടം കഴിഞ്ഞു, ഇനിയിപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഓട്ടം ഒന്നുമില്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. അല്ല, അച്ഛൻ എന്തെടുക്കായിരുന്നു? ഞാനേ ചോറ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. അല്ല, വേറെ ആരെയും കാണുന്നില്ലല്ലോ, അമ്മ എന്തിയെ, രേവതി എന്തിയെ? അത് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ, എന്നോട് പറയാറില്ല, എവിടെയോ പോകുക എന്ന് പറഞ്ഞ് ഭാമയുടെ കൂടെ എങ്ങോട്ടേക്കോ പോയി. പിന്നെ നിന്റെ ഭാര്യ അതെന്തോ അമ്പലത്തിലെങ്ങാണ്ട് പോയതാ, പൂവെങ്ങാണ്ട് കെട്ടാൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നെന്ന്. അമ്പലത്തിൽ പോയെന്നോ? എന്താ അച്ഛൻ ഞാൻ ഈ കേട്ടുന്നത്? അമ്മയ്ക്കോ ഉത്തരവാദിത്വമില്ല, അവളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്? അച്ഛനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത് ഇതിനാണോ? അവൾക്ക് തോന്നിവാസം നടക്കാന്? അയ്യോ, അങ്ങനെ പറയല്ലേടാ സച്ചി, അവൾ എന്നോട് ചോദിച്ചിട്ടാ പോയത്. ചോദിച്ചിട്ട് പോയി, ഇങ്ങോട്ടേക്ക് വരട്ടെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യം. ഇപ്പൊ 2 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുന്ന, ബൈപ്പാസ് ചെയ്തിട്ടിരിക്കുന്ന ആളെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരും ഇവിടെ ഇല്ലാതെ തന്നെ എല്ലാരും കൂടെ പോയേക്കുന്ന തണ്ടാൻ വേണ്ടി ഇങ്ങ് വരട്ടെ. അമ്മയുടെ സ്വഭാവം പിന്നെ അങ്ങനെ ആയിപ്പോയി. രേവതിയും കൂടി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരം ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചാൾ അഹങ്കാരമൊക്കെ കൂടുതലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛൻ ഏതായാലും ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ഫുഡ് എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറൊക്കെ എടുത്തു കഴിഞ്ഞ് കറിയൊക്കെ എടുക്കുകയാണ്. കറി എടുത്ത് സാമ്പാർ കോരി നേരെ പ്ലേറ്റിലേക്ക് വെച്ചതും അതിനകത്തൊരു മുഴുത്ത പല്ലി. സച്ചു അങ്ങോട്ട് പേടിച്ചു പോയിട്ടോ. പല്ലി എന്ന് പറഞ്ഞാൽ വിഷമുള്ളൊരു ഇതാണ്. അപ്പം എല്ലാവരുടെയും ശരീരത്തിൽ പിടിക്കണം എന്നില്ല ഇതിന്റെ വിഷമൊക്കെ, ചിലവരുടെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പല്ലി വിഷമാണല്ലോ.
ഈ ഒരു കറിയാണല്ലോ നമ്മുടെ രവീന്ദ്രനും കൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ രവീന്ദ്രൻ ഇതിങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച് കുറച്ചിങ്ങനെ വായ്ക്കകത്ത് വെക്കാൻ തുടങ്ങി സച്ചി അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് കൈക്കിട്ടൊരു ഒറ്റ തട്ട് തട്ടുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്തിനാണ് കൈക്കിട്ട് തട്ടുന്നത്? ഇതെന്താടാ അന്നത്തിന്റെ മുമ്പിൽ എന്ത് തോന്നിവാസമാണ് നീ കാണിക്കുന്നത്? ദേ സച്ചി, നിന്റെ ഈ സ്വഭാവം നിർത്തിക്കോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് സച്ചിയോട് ചൂടാകാനും തുടങ്ങിട്ടോ. കാരണം രവീന്ദ്രൻ പേടിച്ചു പോയി. എന്തിനാ സച്ചി ഇപ്പം വന്ന് പെട്ടെന്ന് പ്ലേറ്റിൽ നിന്ന് ചോറൊക്കെ എടുത്തെറിയാന്നൊക്കെ പറയുമ്പോഴേ. അപ്പം പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനോട് സച്ചി പറഞ്ഞു, അച്ഛ നിക്കച്ച, ഞാൻ പറയട്ടെ, നിക്ക്. എന്ത് പറയാൻ, എന്ത് കോപ്പാടാ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ അച്ഛൻ നിക്കച്ച. അതെ, ആ ചോറിനകത്ത് ഒരു പല്ലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പല്ലിയോ? എന്ത് പല്ലി? അത് ജീവനുള്ളൊരു പല്ലി. അത് ആ ചോറിനകത്ത് ഉണ്ടായിരുന്നു. അതിനിപ്പോ ജീവനും ഇല്ല, അത് ജീവനില്ല. അതിപ്പം ചിലപ്പോ കറിക്കകത്ത് വീണിട്ട് ചത്തതായിരിക്കാം. എന്ത് വിഷമാണെന്നറിയാമോ ഈ പല്ലിയുടെ വിഷം എന്ന് പറഞ്ഞാല്? അത് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന അച്ഛൻ ഈ വിഷമുള്ള ഈ കറി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യുവച്ചാ? ഇതാ ഞാൻ പറയുന്നത്. എല്ലാരും അങ്ങോട്ട് ഇറങ്ങി പൊക്കോളും, അച്ഛന്റെ കാര്യമൊന്നും നോക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത്. അപ്പൊ ഇതിനിടയിൽ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പൊ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി വർഷയുടെ അടുത്തേക്ക് എല്ലുകയാണ് കേട്ടോ. അപ്പൊ പതിവില്ലാത്തൊരു സന്തോഷം. ഈ പതിവില്ലാത്ത സന്തോഷം കണ്ടപ്പോ വർഷയാണെങ്കിൽ എന്ത് പറ്റി ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാണല്ലോ, എന്നും വരുന്ന പോലെ അല്ലല്ലോ വരുന്നത്. അത് പിന്നെ ഞാൻ എന്താ പറയുക വർഷ, ഞാന് കാത്തിരുന്നില്ലേ, അത് നടന്നു. എന്ത് നടന്നു? അത് പിന്നെ ഞാനിന്ന് റെസ്റ്റോറന്റിൽ പോകുന്ന വഴിക്ക് എന്റെ അമ്മേനെ കണ്ടു. നിന്റെ അമ്മേനെ കണ്ടെന്നോ? ആഹാ, എന്നിട്ട് നിന്റെ അമ്മ എന്ത് പറഞ്ഞു? അത് അമ്മ എന്ത് പറയാനാ, അമ്മ പറഞ്ഞു നിന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണമെന്ന്. എന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണമെന്ന് നിന്റെ അമ്മ പറഞ്ഞെന്നോ? മിക്കവാറും നടന്നത് തന്നെ. നിന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാന്. എടാ, നിന്റെ ഏട്ടൻ നിന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചിട്ടേക്കല്ലേ, പിന്നെ എങ്ങനെയാടാ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്? ഇനി കയറി ചെല്ലുമ്പം ഇതുപോലെ പട്ടിയെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്കത് നോക്കി നിൽക്കാനൊന്നും പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ, തലയ്ക്ക് എടുപ്പ് കൂടുതലാ. അങ്ങേരുടെ അഹങ്കാരം ആദ്യം കുറയ്ക്കാൻ പറ. പിന്നെ ഏതായാലും നിന്റെ അമ്മ നിന്നെ കണ്ടതിൽ എനിക്കും സന്തോഷമൊക്കെ ഉണ്ട്. അതേ പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷേ അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാല് ഒത്തിരി സന്തോഷമായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സമാധാനമായത്. അപ്പൊ നിനക്ക് ഇത്രയും ദിവസം സമാധാനം ഇല്ലായിരുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, എന്നാലും അമ്മേനെ കണ്ടതും അമ്മയോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് എന്തോ വലിയൊരു സന്തോഷം തോന്നി. അല്ല, നിന്റെ അമ്മ നിന്നെ മാത്രമാണോ വീട്ടിലേക്ക് വിളിച്ചത്? അതെയോ എന്നെ മാത്രമല്ല നിന്നെയും വീട്ടിലേക്ക് വിളിച്ചു. നീ നല്ലൊരു കുട്ടിയാണെന്നും നീ നല്ല കുട്ടി ആയോണ്ടാണല്ലോ അന്ന് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ ഒറ്റ കൊടുക്കാത്തതും നിന്നോട് നല്ല സ്നേഹമാണെന്നും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നിന്നോടോ എന്നോടോ ഒന്നും ഒരു വിരോധവും ഇല്ലെന്നും എൻ്റെ മരുമോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞേക്കുന്നേ. ഓഹോ, നിന്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും ഇപ്പം നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. അങ്ങേരുണ്ടല്ലോ, അങ്ങേരെ അടുത്തതിനെ പുതുക്കാതെ സൂക്ഷിക്കേ. ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടന്റെ അപ്പുറത്തെ വിഷമത്തിലല്ലേ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഏട്ടന്റെ അപ്പുറത്തെ വിഷമം, അതിനാലല്ലേ ഇങ്ങനെ ഒരാളെ തല്ലി ചതച്ചു വിടുന്നത്. ഏതെങ്കിലും സഹോദരന്മാര് ചെയ്യുവോ ഇതുപോലെ തല്ലി ചതയ്ക്കുപോയിട്ട്? കണ്ടോര് തല്ലി ചതച്ച പിന്നെ അതിന് ഒരിതുണ്ട്. പക്ഷെ ഇത് സ്വന്തം സഹോദരൻ നിന്നെ അന്ന് എന്തുമാത്രം തല്ലി, എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ തല്ലിയത്. നിനക്ക് ഇതൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയോ? ഇതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷയ്ക്കാണ് ദേഷ്യം വരികയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ തിരിച്ച് വീട്ടിലെത്തിയല്ലോ. അങ്ങനെ ചന്ദ്രയും ഭാമയും തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ചോറൊക്കെ അങ്ങോട്ട് നിരന്ന് കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സംസാരങ്ങളും കേൾക്കുന്നുണ്ട്. ചന്ദ്ര ചോദിച്ചു, ഇതെന്താ ചോറൊക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നത്? ഇവനെന്താ ചോറ് വലിച്ചെറിഞ്ഞോ? വീണ്ടും തുടങ്ങി ഇവന്റെ കൂത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, മിണ്ടിപ്പോകരുത് എന്നാ പറഞ്ഞത്. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? ഇങ്ങനെ ഇരിക്കുന്ന, അതും ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരാളെ ഇവിടെ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ എന്തിനാ വെളിയിൽ പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ പോകുന്നത്. പക്ഷെ നിന്റെ ഭാര്യ ഇവിടുന്ന് പോയല്ലോ, അതിനെന്താ? ഒരു കുഴപ്പമില്ല. ആരിവിടുന്ന് പോയാലും ഒരു കാര്യം അറിയാമോ? ഈ ചോറിനകത്ത് പല്ല് ചത്ത് കിടക്കുമായിരുന്നു. പല്ല് ചത്ത് കിടക്കുമായിരുന്നോ? അപ്പം
പല്ലി വെച്ച അല്ല പല്ലി ചത്ത് കിടന്ന ആ കറിയാണോ ദേ ഈ ചോറ്? അപ്പൊ ഇതാരാ കഴിച്ചത്? രവിയേട്ടൻ ഇത് കഴിച്ചോ? അത് പിന്നെ ഞാൻ കഴിച്ചില്ല ചന്ദ്രെ, കഴിക്കാൻ തുടങ്ങി അപ്പോഴാ എന്റെ മോൻ കയറി വന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒയ്യോ, പല്ലി ചത്ത് കിടന്നെന്നോ? ആ, ഇതവക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ തലയിൽ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഏതായാലും ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ദേ അമ്മ ഒരു കാര്യം പറയാം, അതിപ്പോ രേവതി ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ പല്ലി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അതിന് നല്ല കൊടും വിഷമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ കുത്തി കീറിയേനെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് എന്താ പറയാ വായി തോന്നുന്നൊക്കെ കോതയ്ക്ക് വാട്ടെന്ന് പറഞ്ഞുകൊണ്ട് പാടാനും തുടങ്ങി. ഈ സമയത്ത് രേവതി കയറി വന്നു കേട്ടോ. രേവതി കയറി വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലോ, പിന്നെ രേവതിയുടെ മെക്കിട്ടല്ലേ നമ്മുടെ സച്ചി കയറത്തുള്ളൂ. ഏതായാലും രേവതി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അവിടെ സമാധാനം കൊടുക്കുന്നില്ല. ഏതായാലും ചന്ദ്രയാണ് ചെയ്തതെന്ന് ചന്ദ്രയ്ക്ക് അറിയാം, പക്ഷെ അത് ചന്ദ്ര മറച്ചു വെക്കുക. അത് ഒരിക്കലും നമ്മുടെ രേവതി തുറന്നു വെച്ചിട്ട് പോവില്ലെന്ന് രേവതിക്ക് അറിയാം. അപ്പൊ രേവതി വിചാരിക്കുന്നത് ഇവിടെയുള്ള ആരോ തന്നെയാ, പക്ഷെ കറക്റ്റായിട്ട് രേവതിക്ക് അറിയില്ലല്ലോ ആരാ തുറന്നു വെച്ചതെന്ന്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ ഇവള് തന്നെ തുറന്നു വെച്ചത്, ഇവക്ക് ഒരു ശ്രദ്ധയില്ല. ഇവക്ക് മനഃപൂർവ്വം നമ്മളെ ഇവള് പല്ലിയൊക്കെ ഇങ്ങനെ വന്ന് വീണിട്ട് നമ്മൾ അതെടുത്ത് തിന്നാൻ വേണ്ടി തന്നെ ഇവള് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സച്ചിക്ക് ദേഷ്യം കൂടുവല്ലേ രേവതിയോടുള്ളത്. ഏതായാലും അങ്ങനെയൊക്കെ ആക്കി തീർക്കുകയാണ്. അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.